ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചൂടുകാലത്തിന് പറ്റിയ ഒരു റെസിപ്പിയാണ്. മാമ്പഴക്കാലത്തിനും പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒരു 2-3 മാങ്ങ ഉണ്ടെങ്കിൽ, മാമ്പഴമുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പല തരത്തിലുള്ള ലസ്സി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിന്ന് 4 ടൈപ്പ് ലസ്സി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം ലസ്സിയാണ്. അപ്പോൾ അതിന് ഞാനിവിടെ 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാമ്പഴം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ലസ്സി ഉണ്ടാക്കാനായി നമുക്ക് പുളിയില്ലാത്ത തൈര് വേണം. നല്ല തൈര്, ഇത് ഞാൻ തന്നെ ഒഴിച്ച് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ തൈര് ഉപയോഗിച്ച് നമുക്ക് ലസ്സി ഉണ്ടാക്കാം. ഇപ്പോൾ ഒഴിച്ച് എടുക്കാൻ പറ്റുന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അധികം പുളിയില്ലാത്ത തൈര് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതും എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 മാമ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാമ്പഴം ചേർത്ത് കൊടുത്തു, പഞ്ചസാരയും ചേർത്തു. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു മിക്സി ജാറിലോട്ട് മാമ്പഴം അരിഞ്ഞത് ചേർത്ത് കൊടുത്തു, പിന്നെ പഞ്ചസാര ചേർത്തു, അപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സ്, ഇപ്പോൾ ഞാൻ ബദാമാണ് എടുത്തിട്ടുള്ളത്. കാഷ്നട്ടൊക്കെ നമുക്കിതിന് വേണ്ടി എടുക്കാം. പിന്നെ കുറച്ച് ഒരു 2 ഏലക്കായ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഗാർണിഷ് ചെയ്യാനായി നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുത്തു. ഇതുപോലെയുണ്ട്. തിക്നെസ് കുറച്ചുകൂടെ കുറയ്ക്കണമെങ്കിൽ നമുക്കൊരല്പം ഐസ് വാട്ടറോ പ്ലെയിൻ വാട്ടറോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ് മതി എന്നുള്ളവർക്ക് ഇതുപോലെ തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തത് ഇനി സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ട്രഡീഷണൽ രീതിയിലുള്ള മാംഗോ ലസ്സി റെഡിയായി. അപ്പോൾ അടുത്ത് നമുക്ക് അതേ മിക്സി ജാറിൽ തന്നെ 1 മാങ്ങ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. തൈര്, പുളിയില്ലാത്ത തൈര്. നമ്മൾ 1 മാമ്പഴം അരിഞ്ഞതും തൈരും ചേർത്ത് കൊടുത്തു. ഈ കപ്പിൽ തൈരും ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരു സാൾട്ടഡ് വേർഷനാണ്. പഞ്ചസാര പേരിന് മാത്രം ഒന്ന് ബാലൻസ് ചെയ്യാനായി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഐസ് ക്യൂബ്സും ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ചേർത്തു. ഇനി പച്ചമുളക് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തു. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. തിക്നെസ് നിങ്ങൾക്ക് വേണമെന്നുള്ള തിക്നെസ്സിലെടുക്കാം. അപ്പോൾ നമ്മുടെ സാൾട്ടഡ് വേർഷനും റെഡിയായി. അപ്പോൾ നമ്മൾ അടുത്തുണ്ടാക്കുന്നത് ഒരു മസാല വേർഷനാണ്. അപ്പോൾ അതിന് ആദ്യം ചേർത്തതുപോലെ നമ്മൾ തൈര് ചേർത്ത് കൊടുത്തു. 1 മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ വറുത്ത് പൊടിച്ച ജീരകം, ഒരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകം, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു മധുരത്തിന് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം.
ഇനി നമ്മൾ ഇതിലെ ഒരു കളറിന്, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. മാമ്പഴത്തിൻ്റെ കളർ മതിയെങ്കിൽ അത് മതിയാകും. ഞാനൊരല്പം ബീട്രൂട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർക്കാം. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കളറ് കുറച്ചുണ്ടെങ്കിൽ ഒരു അട്രാക്റ്റീവ് ആയിരിക്കും, അതുകൊണ്ടാണ് ചേർത്തത്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ മസാല ലസ്സിയും റെഡിയായി. ഇനി നമുക്ക് നാലാമത് ഒരെണ്ണം കൂടെ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ 3 എണ്ണം പ്രിപ്പയർ ചെയ്തതിൽ എല്ലാം കുറച്ച് ബാക്കിയുണ്ട്. അതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഒരെണ്ണം കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.